Good morning, children. All of you take your textbook. Class continue ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാതഹ, നമഹ, പ്രായഹ, അദ്ഹ, പുനഃ അല്ലേ? അതിന്റെ ഹിന്ദി വേർഡ് അതിന്റെ മീനിങ് ഇംഗ്ലീഷിൽ മീനിങ് എഴുതാൻ പറഞ്ഞു അല്ലേ? 5 പ്രാവശ്യം എല്ലാവരും എഴുതിയിട്ടോ? ഓക്കെ, ബാക്കി ശ്രദ്ധിച്ചോ. പഠനാഭ്യാസ്. हमें सदा प्रातः काल उठ जाना चाहिए. भगवान को नमः कहना चाहिए. सुख और दुख आते ही रहते हैं. अतः दुख में रोना नहीं चाहिए. Listen. हमें सदा प्रातः काल उठ जाना चाहिए. നമ്മളിപ്പോ പ്രാതഹ എന്ന് വായിച്ചു തന്നു അല്ലേ? നമ്മളിപ്പോ ഒരു സെന്റൻസ് ഒക്കെ വായിക്കുമ്പോൾ ഇത് പഠിച്ചതിന് ശേഷം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാതഹ എന്നൊക്കെ വായിച്ചു തന്നത്. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അത് എങ്ങനെ വായിക്കണം എന്ന് പ്രാതഹ എന്നങ്ങനെയല്ല, പ്രാതഹ ഒരു ആ ഹ എന്നുള്ളത് എടുത്തു പറയണമെന്നില്ല. നമ എന്ന് പറയുമ്പോൾ ഒരു ഹ എന്നുള്ളൊരു ഉച്ചാരണം അങ്ങ് പോയി. അങ്ങനെയാണ് നിങ്ങൾ വായിക്കുമ്പോ ഹ തന്നെ പറഞ്ഞോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് വലുതായി വലിയ ക്ലാസ്സിലാകുമ്പോൾ അത് പ്രാതഹ എന്നൊന്നും പറയില്ല, പ്രാത ഇങ്ങനെയൊക്കെയാ പറയാ. ഹമേം സദാ പ്രാതഹ കാൽ ഉഠ് ജാനാ ചാഹിയെ. എന്താ പറയുന്നേ? നമ്മള് ഹമേം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും, സദാ പറഞ്ഞ എല്ലായ്പ്പോഴും. പ്രാതഹ കാൽ മീൻസ് എന്താണ്? താഴെ കൊടുത്തിട്ടുണ്ട്, മോർണിംഗ്, രാവിലെ, അതിരാവിലെ. നമ്മള് അതിരാവിലെ ഉഠ് ജാനാ ചാഹിയെ. ഉടനാന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വരണമെന്നാ പറഞ്ഞേ. അതിരാവിലെ, അതായത് 10 മണിക്ക് അല്ലേ? 10 മണിക്കല്ലേ എഴുന്നേക്കണ്ടേ? അല്ല, ഒരു 6 മണി അല്ലേ? അതാണ് രാവിലെ. അതാ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണണമെങ്കിൽ രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അതിരാവിലെ എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കണം അതാണ് അവിടെ പറഞ്ഞത്. ഭഗവാൻ എന്ന് പറഞ്ഞാരാ? ഗോഡ് അല്ലേ? ഭഗവാൻ കോ നമഃ കർണ ചാഹിയെ. സോറി, നമഃ കഹ്ന ചാഹിയെ. എന്താണ്? പ്രാർത്ഥിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാനോട് അല്ലെങ്കിൽ ഗോഡിനോട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. സുഖ് മീൻ സുഖം. ഔർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സുഖ് ഔർ ദുഃഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം തന്നെ. സുഖ് ഔർ ദുഃഖ് ആത്തെ ഹി രഹത്തെ ഹെ. സുഖവും ദുഃഖവും മാറി മാറി വരും അല്ലേ? നമുക്ക് എല്ലായ്പ്പോഴും സുഖമായിരിക്കുമോ? അല്ല, ഇടയ്ക്ക് വിഷമങ്ങളൊക്കെ വരും അല്ലേ? സുഖം വരുമ്പോൾ നല്ലപോലെ സന്തോഷിക്കും. സുഖം വരുമ്പോൾ ദൈവത്തിനെ ഒന്നും ചിന്തിക്കില്ല. ദുഃഖം വരുമ്പോൾ അല്ലെ വിഷമം വരുമ്പോൾ എന്റെ ദൈവമേ എനിക്ക് എന്തൊരു വിഷമാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെയല്ലേ നമ്മള്? അല്ലേ? നല്ലതാണെങ്കിൽ ആരും വേണ്ട, മോശമാകുമ്പോ എല്ലാരും വേണം അല്ലേ? അപ്പൊ ദൈവത്തിനെ വിളിക്കും. ദൈവമേ എനിക്ക് എന്തൊരു കഷ്ടമാണ്, എന്തൊരു സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനെ വിളിക്കും. സുഖവും ദുഃഖവും നമുക്ക് മാറി മാറി വരുന്ന പറയുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ഈശ്വരനൊക്കെ പ്രാർത്ഥിച്ച് ഗോഡിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് എന്താ ഇവിടെ പറയുന്ന ലാസ്റ്റ്? അദ്ഹ ദുഃഖമേ രോനാ നഹീം ചാഹിയെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖം വരുമ്പോ, നമുക്ക് വിഷമം വരുമ്പോ നമ്മൾ തളരില്ല എന്നാണ് പറയുന്നത്. വിഷമം വന്നാലും നമ്മൾ തളരില്ല. അപ്പൊ എന്താ? എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിനോട് നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നേ? ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ എക്സാം വരുമ്പോ? എന്റെ ദൈവമേ എന്നെ ഈ പരീക്ഷ നന്നായിരിക്കണേ, എന്റെ പരീക്ഷ നന്നായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അല്ലേ? അതെ. പിന്നെയോ ബർത്ത്ഡേ വരുമ്പോ ബർത്ത്ഡേയുടെ തലേദിവസം എനിക്ക് നല്ല ഗിഫ്റ്റ് കിട്ടണേന്ന് പ്രാർത്ഥിക്കും അല്ലേ? പിന്നെന്താണ്? ഏതെങ്കിലും എന്നെ സബ്ജക്ട് ഇഷ്ടമില്ലെങ്കിൽ അന്നത്തെ ദിവസം ക്ലാസ് ടെസ്റ്റോ എക്സാമോ ഉണ്ടെങ്കിൽ ആ മിസ് ഇന്ന് വരല്ലേന്ന് പ്രാർത്ഥിക്കും
ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുമ്പോ. എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് മാത്സ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. മാത്സ് എന്റെ ടീച്ചർ വരണ്ടാതൊക്കെ പ്രാർത്ഥിക്കും. നിങ്ങൾ അതുപോലെ ഹിന്ദിയുടെ മിസ് വരണ്ടാന്ന് പ്രാർത്ഥിക്കാറില്ല? സത്യം പറഞ്ഞേ. ഉണ്ട്, എനിക്കറിയാം. അജിസല് പറഞ്ഞു സീമ മിസ് ഇന്ന് വരണ്ട, മിസ്സിന് ബസ് കിട്ടല്ലാന്ന് പറഞ്ഞു. അല്ല അജിസലെ? അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങള്? പിന്നെ ഇല്ലേ വീട്ടിൽ ചെന്ന അമ്മയുടെ അടി കിട്ടല്ലേന്ന്. മിസ്സൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ മാർക്കൊക്കെ കുറഞ്ഞാല് വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടും. എന്നിട്ട് മിസ് പറയില്ല, കുറെ ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ചൂടൊക്കെ തണുക്കുമ്പോ പറയുള്ളൂ. എന്താ പ്രാർത്ഥിക്കുന്നേ? ഈശ്വര സ്കൂളിൽ വരുമ്പേ ഭഗവാനെ ഈശ്വര ഇന്ന് അമ്മ ഒന്നും ചോദിക്കല്ലേന്ന് പ്രാർത്ഥിക്കും. നിങ്ങളോ? സത്യം പറഞ്ഞ അതുപോലെയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ? ഹിന്ദി മിസ് ഇന്ന് വരല്ലേ, ക്ലാസ് ടെസ്റ്റ് ഉണ്ട് എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല അല്ലേ? ഓക്കെ, നിങ്ങൾ നല്ല കുട്ടികളാ അല്ലേ? അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിച്ചാല് നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവുന്നതാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാറുണ്ടോ? ചോദിച്ചു നോക്കട്ടെ. ആസിയ, അൺമ്യൂട്ട് ചെയ്തേ. ക്ലാസ് ടെസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, അപ്പൊ പറയാട്ടോ. ആസിയ, ആസിയ പ്രാർത്ഥിക്കാറുണ്ടോ? ഇടക്കിടക്ക്. ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ഇല്ലേ ആസിയക്കില്ലേ? ഇടക്കിടക്കേ ഉള്ളൂ, അവിടെ മറന്നു. വിഷമം വരുമ്പോഴേ പ്രാർത്ഥിക്കുള്ളൂ. ഇന്നിപ്പോ എന്താ പ്രാർത്ഥിക്കുന്നേ ആസിയ? ആസിയ ഇടക്കിടക്ക് വരുമ്പോ എന്താ നീ പ്രാർത്ഥിക്കുന്നേ ഗോഡിനോട്? എല്ലാരോടും ചോദിക്കാം. പറ ആസിയ പറ. അൺമ്യൂട്ട് ചെയ്യേ. ആവണി പറയുന്നുണ്ട്. ആവണി പറഞ്ഞ, ആവണി എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറയുന്നൊന്നുണ്ടായിട്ടാ ടീച്ചറെ. ഞാൻ പറയുന്നൊന്നുണ്ടായിട്ടാ. അങ്ങനെയല്ല, നീ എന്താണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞേ. ഗോഡിനോട് എന്താണ് നീ ഇതുവരെ പ്രാർത്ഥിച്ച് നിനക്ക് കിട്ടിയത്? എനക്കൊന്നും കിട്ടിയില്ല. കള്ളം പറയുന്ന. കിട്ടുന്നല്ല. എന്താ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ആർക്ക് പറയാം? ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടി എന്നുള്ളത്? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ബർത്ത്ഡേക്ക് എനിക്ക് എന്ത് കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ട്. ബെനീറ്റിക്ക് അറിയാം. ബെനീറ്റ് പറഞ്ഞേ. ഇവരൊക്കെ കള്ളം പറയുന്ന. പറഞ്ഞേ എന്താണ് പറയാനുണ്ടോ? ഞാൻ നല്ലോണം പഠിക്കണം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കൂ. അതെ. റിലു? ക്ലിയർ ആവുന്നില്ല മോളെ. ഓക്കെ, എല്ലാരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ ആവുന്നില്ല റിലു. ഓക്കെ ഓക്കെ, നമുക്ക് ക്ലാസ്സിലിട്ട് വരാം. എല്ലാരും പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെ നമുക്ക് ദൈവം തരാറുണ്ട് അല്ലേ? അതെ. ഇപ്പൊ പഠിക്കാനുള്ള നമ്മൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് നല്ല ബുദ്ധി തരാൻ പ്രാർത്ഥിക്കണം അല്ലേ? അതെ, നല്ല ബുദ്ധി തരാൻ പ്രാർത്ഥിക്കണം. എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറാനുള്ള മനസ്സുണ്ടാവാൻ പ്രാർത്ഥിക്കണം. ആരോടും ദേഷ്യപ്പെടാതെ. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട നല്ല ബുദ്ധി തരണം, നമുക്ക് പഠിക്കാൻ പറ്റണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നെക്സ്റ്റ് നോക്കി ശബ്ദാർത്ഥ്. ഹം, ഇവിടെ വേർഡ് മീനിങ് കൊടുത്തിട്ടുണ്ട്. ഹം വി നമ്മൾ. പ്രാതിഹക എന്ന് പറഞ്ഞാൽ മോർണിംഗ്. നമുഹ പ്രേ പ്രാർത്ഥന. ദുഃഖ് സോറോ ദുഃഖം. സദാ ഓൾവേസ് എല്ലായ്പ്പോഴും. ഭഗവാൻ ഗോഡ്. സുഖ് ഹാപ്പിനെസ് സന്തോഷം. രോന വീപ്പ്. രോന പറഞ്ഞ എന്താണ്? കരച്ചില്, കരയുക അല്ലെ? ഇത് എന്താ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കണം. ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ആവുമ്പോ നമുക്ക് സുഖവും ദുഃഖവും വന്നാലും നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ആർക്കും തറക്കാൻ പറ്റില്ല. അപ്പൊ ദുഃഖം വന്നാലും നമുക്ക് കരയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ അത് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ ഈ ശബ്ദാർത്ഥില്ലേ, അത് നിങ്ങൾ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലോട്ട് എഴുതണം കേട്ടോ. ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എഴുതുക.
नेक्स्ट नीचे बिंदु में दिए गए शब्दों पर पेंसिल फेर कर लिखो എന്താണ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതില് ഈ നമ്മളിപ്പോ പഠിച്ചിട്ടില്ലേ ബിന്ദു എന്ന് മീൻസ് മാത്രയാണ് ഉദ്ദേശിക്കുന്നത് ആന്നുള്ളതിന്റെ അവിടെ പെൻസിലും കൊണ്ട് നിങ്ങൾ അതിന്റെ മുകളിൽ വരയ്ക്കണം എന്നാ പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ചേ പ്രാതः काल का समय था मोहन उठा उसने कहा नमः शिवाय और घूमने चल पड़ा दौड़ते दौड़ते वह पत्थर से टकराया मोहन उठा और पुनः चलने लगा मोहन को पाठशाला जाना था अतः वह दौड़ने लगा നോക്കിയോ പ്രാതः काल का समय था എന്താ അങ്ങനെ പറഞ്ഞ പ്രാതः काल മീൻസ് മോർണിംഗ് അല്ലേ പ്രാതः പറഞ്ഞാല് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏർലി ഇൻ ദ മോർണിംഗ് രാവിലെ പ്രാതः काल का समय था സമയം എന്ന് പറഞ്ഞാൽ സമയം ധാ എന്ന് പറഞ്ഞ ആയിരുന്നു അതിരാവിലെ ആയിരുന്നു മോഹൻ മോഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാട്ടോ മോഹൻ ഉഠാ മോഹൻ ഉണർന്നു എഴുന്നേറ്റ് ഉസ്നെ കഹാ നമശിവായ് ഔർ ഘൂമനെ ചൽപട എന്താണ് മോഹൻ എന്താ ഭാവാസേ മോഹൻ രാവിലെ എഴുന്നേറ്റു എന്നിട്ട് ഗോഡിനോട് പ്രാർത്ഥിച്ചു എന്നിട്ടോ മോർണിംഗ് വാക്കിന് ഇറങ്ങി എന്നാ പറഞ്ഞേ ഘൂമനെ ചൽപട പറഞ്ഞാല് നടക്കാൻ ഇറങ്ങി നിങ്ങൾ എത്ര പേര് രാവിലെ എക്സസൈസ് ചെയ്യും എല്ലാരും ചെയ്യോ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എക്സസൈസ് ചെയ്യാ പറഞ്ഞ എന്താണ് കുറച്ച് ദൂരമൊക്കെ നടക്കുക അല്ലെ രാവിലെ അതെ ഓക്കെ നല്ലതാട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം മോഹനും അതുപോലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നടക്കാൻ ഇറങ്ങി ദൗഡത്തെ 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 പറഞ്ഞ എന്താണ് വേഗത്തില് റണ്ണിങ് ഫാസ്റ്റ് നടത്തം അതായത് വേഗത്തില് നടക്കുന്നു വഹ് മീൻസ് അവൻ പത്തർസെ ടകരായ എന്താണ് നമ്മളും അങ്ങനെയല്ലേ പെട്ടെന്ന് നടക്കാൻ വിചാരിക്കുന്നതിനെ കല്ലിൽ കൊണ്ടുപോയി കൂട്ടിയിടിച്ച് അവിടെ വീണ് പിന്നെ ngീന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഓടും അല്ലെ അവനെന്താണ് വേഗത്തില് ദൗഡത്തെ ദൗഡത്തെ റണ്ണിങ് ഫാസ്റ്റ് അത് വേഗത്തിൽ നടന്ന് പോയപ്പോ അവന്റെ കാല് കല്ലിൽ തട്ടി പത്തർ എന്ന് പറഞ്ഞാല് സ്റ്റോൺ കല്ല് പത്തർ സ്റ്റോൺ തകരാന പറഞ്ഞാല് കൂട്ടിമുട്ടുക എന്നാണ് അതായത് കല്ലിൽ കൂട്ടി ഇടിച്ചു കാല് മോഹൻ ഉഡാ ഔർ അപ്പൊ കാലിൽ തട്ടി വീണു എന്നാണ് അവിടെ പറയുന്നത് മോഹൻ എഴുന്നേറ്റു ഔർ പുനഃ ചലനലക പുനഃ മീൻസ് വീണ്ടും എഗെയിൻ മോഹൻ കല്ലിൽ തട്ടി വീണിട്ട് വീണ്ടും അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി മോഹൻ കോ പാഠശാല ജാനാ താ അദ്ഹാ വഹ് ദൗഡ്നെ ലഗ എന്താണ് മോഹൻ കോ പാഠശാല മീൻസ് സ്കൂള് ജാനാതാണ് മോഹന് സ്കൂളിൽ പോകേണ്ടത് കൊണ്ടാണ് അവൻ വേഗത്തിൽ നടന്നത് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പാഠത്തില് നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കണം ദൈവത്തിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വരും ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് അവന് സ്കൂളിൽ പോകേണ്ട ചിന്ത ഉള്ളത് കൊണ്ട് അവൻ വേഗത്തിൽ നടന്നേ അതുകൊണ്ടാണ് കല്ലിൽ തട്ടിയത് അല്ലേ ഇത്രയേ ഉള്ളൂ ഇവിടെ നോക്കി ഇവിടെയുണ്ട് ശബ്ദാർത്ഥ് കൊടുത്തിട്ടുണ്ട് നോക്കിയേ ശബ്ദാർത്ഥ് പ്രാതः काल ഏർലി ഇൻ ദ മോർണിംഗ് നമശിവായ് എന്താണ് നമശിവായ നമ്മൾ ഹിന്ദുസിനെ എങ്ങനെയാണ് ഓം നമശിവായ എന്നൊക്കെ പറയും അല്ലെ ക്രിസ്ത്യൻസിന് വേറെ മുസ്ലിംസിന് വേറെ അവരവരുടേതായ പ്രാർത്ഥനകളുണ്ട് അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പൊ ഹിന്ദുസിന്റെയാണ് ഉദ്ദേശിച്ചത് നമശിവായ ക്രിസ്ത്യൻസിന്റെ ആണ് എന്താണ് യേശു എന്നൊക്കെ വിളിക്കല്ലേ നമ്മള് മുസ്ലിംസിന്റെ ആണ് അള്ളാഹു ഓക്കെ ദൗഡത്തെ പറഞ്ഞ റണ്ണിങ് ഫാസ്റ്റ് പുനഃ അഗൈൻ വീണ്ടും ഉഡ്ന ഗെറ്റപ്പ് ഘൂംന ടു വോക്ക് പത്തർ സ്റ്റോൺ അദ്ഹ സോ ഈ വാക്കിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി എഴുതി പഠിക്കണം കേട്ടോ ഒരു പ്രാവശ്യം എഴുതുക 2 ശബ്ദാർത്ഥം വന്നിട്ടുണ്ട്
അപ്പൊ ഒരു പ്രാവശ്യം എഴുതുക, റഫ് ബുക്കിൽ എഴുതി പഠിക്കുക. നെക്സ്റ്റ് നോക്കിയേ, ഉത്തർ ലിഖോ. മോഹൻ ने प्रात का काल क्या किया? മോഹൻ അതിരാവിലെ എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്തു എന്നാ ഇവിടെ പറയുന്നത്? മോഹനെ ആൻസർ കൊടുത്തിട്ടുണ്ട്. മോഹനെ പ്രാതകാൽ നമശിവായ് കഹ. അവൻ രാവിലെ എന്താണ് പ്രാർത്ഥിച്ചു അല്ലെ? നമശിവായ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. രാവിലെ എഴുന്നേറ്റ് അപ്പം പ്രാർത്ഥിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് ബുക്കിലോട്ട് എഴുതണം. ക്വസ്റ്റ്യൻ എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ അടിയിൽ ഉത്തർ എന്ന് പറഞ്ഞിട്ട്, ഉത്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം, ആൻസർ. ഉത്തർ എന്ന് പറഞ്ഞ് 2 ഡോട്ടൊക്കെ ഇട്ട് വേണം ആൻസർ എഴുതാൻ. ഇതേപോലെ എക്സാമ്പിൾ തന്നെ കണ്ടില്ലേ? നെക്സ്റ്റ് നോക്കിയേ, മോഹൻ കബ് ഉടാ. മോഹൻ എപ്പോൾ, കബ് മീൻസ് വെൻ, എപ്പോൾ. ഉടാ, മോഹൻ എപ്പോഴാണ് ഉണർന്നത്? രാത്രിക്കോ? അല്ല, പ്രാതകാൽ. എന്താണ്? ഏർലി ഇൻ ദ മോർണിംഗ്. അവിടെ ആൻസർ ഇത്രയേ ഉള്ളൂ, പ്രാതകാൽ. അതെങ്ങനെ ആൻസർ എഴുതും? മോഹൻ കബ് എന്നുള്ളടത്ത് ആൻസർ. പെൻസിൽ കൊണ്ട് അവിടെ എഴുതിക്കോ. മോഹൻ അവിടെ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് ഇല്ലേ? എഴുതിക്കോ. മോഹൻ, റൈറ്റ് ഫാസ്റ്റ്. മോഹൻ ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതിപ്പോ. പ്രാതകാൽ അതിവിടെ ഉണ്ടല്ലോ കൊടുത്തിട്ട്, പ്രാതകാൽ എന്ന് ഈ ശബ്ദാർത്ഥത്തിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ? പെട്ടെന്ന് കാണാം. മോഹന്റെ പ്രാതകാൽ ആൻസർ എഴുതുക. പ്രാതകാൽ ഉട. ആ ക്വസ്റ്റ്യന് ലാസ്റ്റിൽ ഉടാന്ന് കൂടി എഴുതുക. മോഹൻ പ്രാതകാൽ ഉട. എന്താ അറിയൂ? മിസ് പ്രാതകാൽ ശബ്ദാർത്ഥത്തിൽ എവിടെയില്ലേ? ഫസ്റ്റത്തെ വേർഡ് അതല്ലേ? 35 പേജ് നമ്പർ 35 ഫസ്റ്റ് വേർഡ് പ്രാതകാൽ എന്നല്ലേ? 35 ഫസ്റ്റ് പ്രാതകാൽ ഏർലി ഇൻ ദ മോർണിംഗ്. അതാണ് ആ പ്രാതകാൽ. എങ്ങനെ എഴുതുന്നത്? മോഹൻ, ക്വസ്റ്റ്യനിൽ മോഹൻ കണ്ടില്ലേ? മോഹൻ പ്രാതകാൽ ഉട. ഫുൾ സ്റ്റോപ്പ് ഇടുക. എങ്ങനെ ഫുൾ സ്റ്റോപ്പ്? ഒരു വരയാണല്ലേ ഫുൾ സ്റ്റോപ്പ്. എന്താ റിലു എഴുതിയില്ലേ? മോഹൻ പ്രാതകാൽ ഉട. ഹിന്ദിയില് കുറെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അതേ നോക്കി എഴുതി കബ് എന്നുള്ളിടത്ത് മാത്രം ആൻസർ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, മിസ്സിന്റെ ബുക്കിൽ പേജ് കീറി പോയിട്ടാ ഉള്ളത്. എന്താണ് അവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഇത് കണ്ടോ? കീറിപ്പോയി. പഴയ ബുക്കാ മക്കളെ. എന്താ അവിടെ? ആരുടെയും ബുക്ക് കാണിക്കാൻ പോ. വായിക്കാൻ പറ്റുമോ വെനീറ്റിക്ക്? ആരൊന്ന് വായിച്ചു തരാ? മോഹൻ ഉഠ ഔർ എന്നാണോ വെനീറ്റ? യെസ്, നോക്കിയോ. മോഹൻ ഉഠ ഔർ ഡാഷ് ചലനെ ലഗ. ഇവിടെ ഉണ്ടല്ലോ ആ സെന്റൻസ്. ഇതാ ഇവിടെ മോഹൻ ഉഠ ഔർ, ഇതാണ് ആൻസർ. എന്താണ് ഇവിടെ? പുനഃ, ഇതാണ് ആൻസർ. ഇത് ഇങ്ങനെ തന്നെ എഴുതാം. മോഹൻ ഉഠ ഔർ പുനഃ ചലനെ ലഗ. ഇവിടുത്തെ ആൻസർ പുനഃ. ജൂലിയറ്റ് എഴുതി കഴിഞ്ഞോ? അവിടെ ഡാഷ് ഇട്ടെടുത്ത് പുനഃന്നേ ഉള്ളൂ. അവിടെ എഴുതുമ്പോ പുനഃ, ആ ചിഹ്നം അവിടെ വരണം കേട്ടോ. നെക്സ്റ്റ്, മോഹൻ കോ പാഠശാല ജാനാ താ ഡാഷ് വഹ് ദൗഡനെ ലഗ. ഇവിടെ എന്താണ് വരിക? അദ്ഹ. അദ്ഹ ലാസ്റ്റത്തെ ഇത് കണ്ടില്ലേ? ഇവിടെ പാഠശാല ജാനാ താ അദ്ഹ കണ്ടോ? വഹ് ദൗഡനെ ലഗ. ഇപ്പൊ ഏതൊക്കെയാണ് ആൻസർ വന്നത്? മോഹനെ പ്രാതകാൽ നമശിവായ് കഹ,
അത് എക്സാമ്പിൾ തന്നത്. മോഹൻ പ്രാതः काल उठा. मोहन उठा और पुनः चलने लगा. मोहन को पाठशाला जाना था. अतः वह दौड़ने लगा. എല്ലാരും എഴുതി കഴിഞ്ഞിരുന്നോ? അജിസൽ എഴുതിയോ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. വേഗം നോട്ട് ബുക്ക് എടുത്ത എല്ലാരും. എടുത്തില്ലേ? കുറച്ച് വാക്കുകള് ചന്ദ്രബിന്ദുക്ക് മാത്രം എന്നുള്ള ലെസൺ നമ്മള് അല്ലെ. എന്റെ മീനിങ് എഴുതണം. വാക്ക് തരാം, മീനിങ് എഴുതിക്കോ. ബാക്ക് പേജിൽ ഡേറ്റ് ഇടണം കേട്ടോ. ബാക്ക് പേജിലാണ്, നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ്. എഴുതിക്കോ. ആംഖ്, ആംഖ് ശബ്ദാർത്ഥ ലിഖോ. ആംഖ്. സമയമില്ല അലൻ, വേഗം എഴുത്. അൺമ്യൂട്ട് ചെയ്യ് അലൻ. ആൻസർ മാത്രം എഴുതിയാൽ മതിയോ? നോ, ഹിന്ദി വേർഡ് വേണം. ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് വേർഡും വേണം. ആംഖ് ഹൈഫൺ ഇംഗ്ലീഷ് വേർഡ്. എന്താ ആദ്യത്തെ? ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ് ദാംദ്. ദാംദ്. ആവണി എവിടെയാ നോക്കി എഴുതുന്നേ? നോക്കി എഴുതരുത്. ഫവാസ്. ദാംദ്. നെക്സ്റ്റ് തിത്തലിയാം. തിത്തലിയാം. എഴുതിയില്ലേ? ഹംസന. ഹംസന. എന്താണ് ആദ്യത്തെ? ഡിക്റ്റേഷൻ ഇടുമ്പോ എന്തിനാ ഡൗട്ട്? അൺമ്യൂട്ട് ചെയ്യ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും അല്ല ഇത്, കഴിഞ്ഞ ദിവസം എടുത്തതല്ലേ ഇത്. എന്ത് എക്സ്ക്യൂസ് ഈ പറയുന്നത് നിങ്ങള്? കഴിഞ്ഞ ആഴ്ച എടുത്തതല്ലേ ഇത്. എന്താണ് റിലു? ഡിക്റ്റേഷൻ കംപ്ലീറ്റ് ആക്കാൻ വിടൂല നിങ്ങള്. ഇപ്പൊ 3 വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ, ശ്രദ്ധിക്കുക. ആംഖ്, ദാംദ്, തിത്തലിയ, ഹംസന. ഹംസന ലാസ്റ്റ് വേർഡ്. ഹംസന. ഫസ്റ്റ് എന്താണെന്നാണോ? ആംഖ്. ആംഖ്, ദാംദ്, തിത്തലിയ, ഹംസന.
നെക്സ്റ്റ് ചിടിയാം. ചിടിയാം. ഗുഡിയാം. എന്താ ഫവാസേ ഒന്ന് എഴുതിയില്ലേ? ഗുഡിയാം. പൂഞ്ച്. പൂഞ്ച്. എന്തേ സിദ്ധാന്തം എന്തേ? നാലാമത്തെ ഹംസന. അഞ്ചാമത്തെ ചിടിയാം. ആറാമത്തെ ഗുഡിയാം. ഏഴാമത് പൂഞ്ച്. ലാസ്റ്റ് വൺ ചാന്ത്. ചാന്ത്. നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് ഈ വാക്കുകൾ നിങ്ങൾ എഴുതിയ ശരിയാണ് സത്യസന്ധമായിട്ട് മാർക്ക് എഴുതണം. എനിക്കറിയാം എത്ര പേർക്ക് ഇത് എഴുതാൻ അറിയാമെന്ന്. അപ്പം കളത്തരം കാണിച്ചാലും മനസ്സിലാവുന്നുണ്ട്. എന്താ എങ്കിലേ പിന്നെ അക്ഷരദീപത്തിൽ എഴുതേണ്ട കാര്യം ഓരോ ദിവസം ഓരോ പേജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും. അതിലെ ഇംഗ്ലീഷ് വേർഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ എഴുതുക. ഏഞ്ചൽ റോസ് എന്താണ് ലാസ്റ്റ് വൺ ഒന്ന് പറയൂ? ലാസ്റ്റ് വൺ ചാന്ത്. ആദ്യത്തെ എന്താണ്? പൂഞ്ച്. വിനീതിക്ക് എത്രാമത്തെയാണ്? നമ്മുടെ എഡ്വിൻ എവിടെ പോയി? ലിറ്റേഷൻ ഇടുമ്പോ എഡ്വിന് ഓർമ്മ വരുന്നു. ഫുള്ള് ശരിയാണോ? ഓക്കെ, വെരി ഗുഡ്. ഇത് പോസ്റ്റ് ചെയ്യണ്ട, ഇത് ഗ്രൂപ്പിൽ ഇടുവൊന്നും വേണ്ട. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് തെറ്റിയ വാക്ക് നന്നായിട്ട് എഴുതി പഠിക്കാം കേട്ടോ. തോഷിൻ എഴുതിയോ? അല്ല കറക്റ്റ് ആണോ? എന്ത് തോഷിനൊന്നും മിണ്ടാത്തത്? മറുപടി പറയടാ. കേൾക്കാൻ പറ്റുന്നില്ലേ തോഷിനെ? ആദ്യത്തെ അടുത്ത വാക്ക് ചാന്ത്. അജിസലിന് എന്താണ്? ടീച്ചർ കിട്ടി, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കിട്ടിയില്ല. ഇംഗ്ലീഷ് വേർഡ് എഴുതാണ്ട് ഞാൻ തന്നത്. അജിസൽ എന്ത് ചെയ്യണമെന്നറിയോ? അജിസല് ഡിറ്റേഷൻ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം.
ബാക്കി ആരോടും പറയുന്നില്ല. അജ്സല് നല്ല ഉഴപ്പായിപ്പോ. എക്സാമിന് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ ഒരു പേപ്പർ അയച്ചു തരും. അത് ഒരു വസ്തു എഴുതിയിട്ടില്ല അവൻ. അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം അജ്സല്, കേട്ടോ. ബ്ലാങ്ക് ആയ പേപ്പർ എനിക്ക് വേണ്ട. ഓക്കെ, എത്ര പേരുണ്ട് എല്ലാം ശരിയായത്? ബെനീറ്റ, പിന്നെ ആരാണ്? വേറെ ആർക്കുമില്ല. അലൻ മാത്യു എത്ര മാർക്കുണ്ട്? ഇത് ഇത്രയും സമയം വേണോ നോക്കാൻ? റിലുവിന് എത്ര മാർക്കുണ്ട്? ഒരു മാർക്കാ? ഒരു തെറ്റ്. ഒരു തെറ്റ്. നന്നായിട്ട് എഴുതി പഠിക്കണം. ഏത് വാക്കാ തെറ്റിയത്? പൂഞ്ച്. പൂഞ്ച്. എഴുതി പഠിക്കണം കേട്ടോ. 5 പ്രാവശ്യം എഴുതി പഠിക്കാം. സിദ്ധാന്ത് എത്ര എണ്ണം ശരിയായി? 6. ഏതാ തെറ്റിയത്? തെറ്റിയ വാക്കൊന്ന് പറഞ്ഞു കേൾപ്പിക്കൂ. അങ്ങോട്ട് ഏതാ? മനസ്സിലാ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, തെറ്റിയ വാക്കൊരു 5 പ്രാവശ്യം എഴുതി പഠിക്കും കേട്ടോ. അല്ലേ? നമ്മുടെ സമയം തീരാൻ പോവാണ്. വേഗം പറഞ്ഞു. ഫുള്ളുണ്ടോ? ചാന്തും പൂഞ്ചും തെറ്റി. തെറ്റി. അത് നന്നാ. ചാന്ത് പൂഞ്ച് തെറ്റി അല്ലെ? അത് നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വരുമ്പോ നിങ്ങൾക്ക് ഇന്നെടുത്ത പാഠമില്ലേ, അതും ഈ പാഠവും ആദ്യത്തെപ്പെട്ട് തന്നെ ഉണ്ടാവും ക്ലാസ് ടെസ്റ്റ്. സമയം ഇന്ന് പോയി അത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത ക്ലാസ്സില് ഈ 2 ലെസണ് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. തമാശ കളിക്കണ്ട. ഇപ്പം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ അന്തം വിട്ട് നോക്കുന്നവരുണ്ട് ക്ലാസ്സിൽ, ഞാൻ കാണുന്നുണ്ടത്. ഇതെന്താ ഷഹ്മാവിയുടെ വായില്? ഷെയിം ഷെയിം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ ചെയ്യുക. ഹോംവർക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുക. പിന്നെന്താണ്, ഡിറ്റേഷനും അത് ഇടൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ തെറ്റെന്താന്ന് മനസ്സിലായില്ലേ? ഏത് വാക്കാന്ന്? അപ്പൊ അത് നന്നായിട്ട് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ക്ലാസ് ടെസ്റ്റിന് റെഡി ആയിട്ട് വരിക. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. എന്നാ പിന്നെ ഇങ്ങനെ അന്തം വിട്ടിരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ക്ലാസ് ടെസ്റ്റ് ഇടുമ്പോ ഓരോ വാക്ക് കേൾക്കുമ്പോ ഇങ്ങനെ ആലോചിക്കുക, ഇത് എവിടുന്ന ഈ വാക്കൊക്കെ വന്നതെന്ന്. ബുക്ക് വായിച്ചിട്ടില്ല? ഓക്കെ, വേറെന്തെങ്കിലും പറയാനുണ്ടോ? നോ? ഡൗട്ട് ഒന്നുമില്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയവര് ഇല്ലല്ലോ. ഇപ്പൊ ഈ ക്ലാസ്സിൽ കുറെ പേര് ആബ്സെന്റ് ആയിട്ടാ ഉള്ളത്. ക്ലാസ് കട്ടായി പോയവര് യൂട്യൂബിൽ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ക്ലാസ് എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ബൈ, സി യു. ബൈ. ബൈ.